എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. തെയ്യപ്പെരുമയുടെ തിരശ്ശീല താഴുമ്പോഴാണ് മലബാറിൽ വിഷു കടന്നുവരുന്നത്. പ്രകൃതി ഒരുക്കുന്ന കണിക്കാഴ്ചകളുടെ മുഹൂർത്തമാണ് മേടമാസത്തിലെ വിഷു. കാർഷിക പഞ്ചാംഗത്തിലെ വർഷാരംഭമായാണ് വിഷു കണക്കാക്കുന്നത്. വിഷു എന്ന വാക്കിന്റെ അർത്ഥം തുല്യമായത് എന്നാണ്. വിഷു ഒരു കാർഷികോത്സവമാണ്. ഇത് പൂക്കാലത്തിന്റെ തുടക്കത്തെ കുറിക്കുന്നു. ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്കുള്ള സൂര്യന്റെ രാശിമാറ്റത്തെയാണ് സംക്രാന്തി എന്ന് വിളിക്കുന്നത്. സംക്രാന്തികളിൽ ഏറ്റവും മഹത്തരമാണ് മേടസംക്രാന്തി. മേടം 1-ാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു. വിഷു സങ്കല്പത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ശ്രീകൃഷ്ണനാണ്, കൂടാതെ കണിക്കൊന്നയും. ശ്രീകൃഷ്ണന്റെ ഉത്തരീയത്തിന്റെ മഞ്ഞ നിറവും കണിക്കൊന്നയുടെ മഞ്ഞ നിറവും കൂടിച്ചേരുമ്പോൾ അതിന് അലൗകികമായ ഒരു പ്രഭ കൈവരുന്നു. കാർഷിക സംസ്കൃതിയുടെ ആഘോഷമായാണ് വിഷുവിനെ കണക്കാക്കുന്നത്. വർഷത്തിൽ 2 തവണയാണ് രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം ഒരേപോലെ ആവുന്നത്. ഇതിലൊന്ന് മേടമാസത്തിലെ 1-ാം തീയതിയാണ്. ഈ ദിവസമാണ് വിഷുവായി ആഘോഷിക്കപ്പെടുന്നത്. വിഷു ദിവസം അതിരാവിലെ കണിവെക്കുക എന്ന ചടങ്ങാണ് ഏറ്റവും പ്രധാനമായത്. നമുക്ക് ചുറ്റും ലഭിക്കുന്ന വസ്തുക്കളെല്ലാം കണിയിൽ ഉൾപ്പെടുത്തിയിരിക്കും. ചക്കയും മാങ്ങയും തേങ്ങയും വെള്ളരിക്കയും മറ്റ് പച്ചക്കറികളും ഒക്കെ. നാണയവും വസ്ത്രവും സ്വർണവുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത വർഷത്തേക്കുള്ള സമൃദ്ധിയുടെ ഒരു കാഴ്ചയായിട്ടാണ് വിഷുക്കണി കണക്കാക്കുന്നത്. നിലവിളക്കിന്റെയും കൃഷ്ണവിഗ്രഹത്തിന്റെയും മുന്നിലായിട്ടാണ് മിക്കവാറും ആളുകൾ കണി ഒരുക്കുന്നത്. കണിക്കാഴ്ചയോടൊപ്പം സദ്യവട്ടങ്ങളും വിഷുവിന്റെ പ്രാധാന്യത്തിൽ ഉൾപ്പെടുന്നു. രാത്രി മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുന്ന പടക്കങ്ങൾ, പ്രകാശത്തിന്റെ പ്രഭാപൂരം ചൊരിയുന്ന കമ്പിത്തിരിയും മത്താപ്പൂക്കളും, പാലടയോ പ്രഥമനോ നാവിൽ പകരുന്ന മധുരത്തിന്റെ ഓർമ്മയാണ് വിഷു. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിനത്തിന്റെ ഓർമ്മയാണ് വിഷു എന്നാണ് പറയാറുള്ളത്. രാവണ നിഗ്രഹം കഴിഞ്ഞ ദിനത്തിന്റെ ഓർമ്മയായും മറ്റു ചിലർ കരുതുന്നു. ഈ വർഷത്തെ വിഷു സമ്പൽ സമൃദ്ധിയും സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു.